നമസ്കാരം. ലോക രാജ്യങ്ങൾ തമ്മിൽ വലിയൊരു മത്സരം നടക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ ആരാണ് ജയിക്കുക തോൽക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണെങ്കിൽ കൂടെയും അത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് തീർച്ചയായും നാം അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. AI സൂപ്പർ പവർ, ചൈന, സിലിക്കൺ വാലി ആൻഡ് ദ ന്യൂ വേൾഡ് ഓർഡർ. AI എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മെ ബാധിക്കാൻ പോകുന്നത്, നാം എങ്ങനെ തയ്യാറെടുക്കണം എന്ന വിഷയത്തെക്കുറിച്ച് ചില അറിവുകൾ നൽകുന്ന പുസ്തകമാണ്. എന്നാൽ ഈ പുസ്തകം പ്രധാനമായി പരാമർശിക്കുന്നത് ചൈനയും അമേരിക്കയും തമ്മിൽ AI ബന്ധപ്പെട്ട് വലിയൊരു യുദ്ധം നടക്കുന്നുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ടെക്നോളജിക്കൽ വാറാണ്. ഈ വാറിൽ ആരായിരിക്കും ജയിക്കുക? അപ്പോൾ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് കൈ ഫൂലിയാണ്. അദ്ദേഹം ഒരു തൈവാനീസിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇന്ന് ഏകദേശം 350ഓളം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത സിന്നോവേഷൻ എന്ന് പറയുന്ന ഒരു വെഞ്ചർ ക്യാപിറ്റൽ നടത്തുന്ന ആളാണ്. ഈ കൈഫൂലി ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള വളരെ പ്രമുഖമായ കമ്പനികളിൽ ജോലി ചെയ്ത് തലപ്പത്ത് പ്രവർത്തിച്ചയാളാണ്. അവസാനമായി അദ്ദേഹം ഗൂഗിളിന്റെ ചൈന ഹെഡ് എല്ലാമായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നാം തീർച്ചയായും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം വേറെ പുസ്തകം കൊണ്ട് എഴുതിയിട്ടുണ്ട്, AI 2041. കൈഫൂലി ചൈനയിലൊക്കെ ധാരാളം അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റുകളും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും എല്ലാം ധാരാളം ആളുകൾ കേൾക്കുകയും പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്യുക, ഇന്നോവേഷൻ പ്രോത്സാഹിപ്പിക്കുക എന്ന വിഷയങ്ങളിൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഈ കൈഫൂലി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇഫ് ഡാറ്റ ഈസ് ദ ന്യൂ ഓയിൽ, ദെൻ ചൈന ഈസ് ദ നെക്സ്റ്റ് സൗദി അറേബ്യ. സൗദി അറേബ്യ എല്ലാം വളരെയധികം സമ്പത്ത് ഉണ്ടാക്കിയത് ഈ ഓയിൽ കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ഡാറ്റയാണ് ഓയിൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചൈനയായിരിക്കും അടുത്ത സൂപ്പർ പവർ എന്നാണ് കൈഫൂലി പറയുന്നത്. ഇപ്പൊ കൈഫൂലി ചൈനക്കാരനായതുകൊണ്ടാണ് എങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം ചൈനക്കാരനല്ല. അദ്ദേഹം അമേരിക്കയിലാണ് ധാരാളം നാളുകൾ വർക്ക് ചെയ്ത് മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ തുടങ്ങിയതായിട്ടുള്ള വൻകിട കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തൈവാനീസിലുണ്ടായ ആളാണ്. അദ്ദേഹം ഇപ്പോൾ ചൈനയിലാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന വാദങ്ങൾ ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ് എനിക്ക് പുസ്തകം വായിച്ചപ്പോൾ തോന്നിയത്. 2016 ഒരു സംഭവം നടക്കുന്നുണ്ട്. ലീതോൾ വേഴ്സസ് ആൽഫഗോ എന്ന് പറയുന്ന ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവം. ഞെട്ടിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫഗോ എന്ന് പറയുന്ന ഒരു AI ഡിവൈസ് അത് ലീതോൾ എന്ന് പറയുന്ന ഗോ പ്ലെയറെ ഓവർകം ചെയ്യുകയാണ്, തോൽപ്പിക്കുകയാണ്. ഇത് ചൈനയെ സംബന്ധിച്ച ഒരു സ്പൂട്നിക് മൊമെന്റ് ആയതെന്നാണ് കുഫൂലി പറയുന്നത്. കാരണം സ്പൂട്നിക് മൊമെന്റ് എന്ന് പറയുന്നത് റഷ്യ സൈലന്റ് ആയി ഒരു സാറ്റലൈറ്റ് നിർമ്മിക്കുകയും അത് ലോഞ്ച് ചെയ്യുകയും ചെയ്തപ്പോൾ അമേരിക്ക ഞെട്ടിപ്പോയി. അമേരിക്ക വിചാരിച്ചു അന്ന് വരെ തങ്ങളായിരുന്നു ലോകശക്തി, തങ്ങൾക്ക് മാത്രമാണ് കഴിവുകളെല്ലാം ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നപ്പോൾ പെട്ടെന്ന് റഷ്യ ഒരു സ്പൂട്നിക് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വിക്ഷേപിക്കുകയാണ്. അതിനെ സ്പൂട്നിക് മൊമെന്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ചൈനയെ സംബന്ധിച്ച് ഈ സംഭവം ഒരു സ്പൂട്നിക് മൊമെന്റ് ആയതെന്നാണ് കുഫൂലി പറയുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ശക്തിയെ അതിജീവിക്കുന്ന ടെക്നോളജി AI വികസിച്ചിരിക്കുകയാണ്. അപ്പോൾ ചൈന അന്ന് തീരുമാനിച്ചു അടുത്ത 10 വർഷത്തിനുള്ളിൽ വലിയൊരു മാറ്റം ഈ മേഖലയിൽ കൊണ്ടുവരണം. അതാണ് 2017 AI സൂപ്പർ പവേഴ്സ്, ചൈന, സിലിക്കൺ വാലി ആൻഡ് ദ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ പുസ്തകത്തിൽ ഇപ്പോഴും നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സിലിക്കൺ വാലി എന്ന് പറയുന്നത് അമേരിക്കയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇന്നോവേഷൻ ഏരിയയാണ്. ഇന്നോവേഷൻ, ഓൺട്രപ്രണർഷിപ്പ് ഇതെല്ലാം വികസിപ്പിക്കുന്ന, സ്റ്റാർട്ടപ്പുകളൊക്കെ എല്ലാം വികസിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് സിലിക്കൺ വാലി എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ചൈനയെ കുറിച്ച് പറയാറുള്ളത്, ചൈന എന്ന് പറയുന്നത് കോപ്പി ക്യാറ്റ് ആണ്. ലോകത്തിൽ എന്ത് ടെക്നോളജി ഉണ്ടാകുന്നോ അത് അപ്പോൾ തന്നെ കോപ്പി അടിച്ച് അതേ രൂപം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയും. പക്ഷെ കുഫൂലി പറയുകയാണ്, ഈ 2016 ഈ സ്പൂട്നിക് മൊമെന്റിന് ശേഷം ചൈന കുറേയധികം ഇന്നോവേഷൻ എന്ന് പറയുന്ന മേഖലയിലേക്ക് ചേക്കേറിയെന്ന്. ഈ ഇന്നോവേഷനിലൂടെ മാത്രമേ തങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും AI എന്ന് പറയുന്ന അടുത്ത ടെക്നോളജി റെവല്യൂഷൻ മേഖലയിൽ തങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കണമെന്നും ആധിപത്യം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും ഉറപ്പിച്ച ചൈന വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. കൈഫൂലി പറയുന്നത് ലോകത്തിൽ 7 ബിസിനസ് ജയന്റ്സ് ഉണ്ട്. അതിൽ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ, ഫേസ്ബുക്ക്, ഇത് കൂടാതെ ബാക്കി 3 ഇപ്പോൾ ചൈനീസായി മാറിയിരിക്കുകയാണ്. അത് ആലിബാബ, ബൈദു, ടെൻസെന്റ് എന്ന് പറയുന്ന കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളുടെ മാറ്റം തന്നെ ഒരു ഉദാഹരണമാണ്. സാങ്കേതിക വിദ്യ മേഖലയിൽ അമേരിക്കയേക്കാൾ 10 മടങ്ങ് വർദ്ധിക്കുവാൻ തക്കവിധത്തിൽ ചൈന വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന നേരത്തെ കോപ്പി കാറ്റ് ആയിരുന്നെങ്കിൽ പിന്നീട് കോപ്പി കാറ്റിൽ നിന്ന്, ഡ്യൂപ്ലിക്കേറ്റിൽ നിന്ന് ക്രിയേഷനിലേക്ക് വരികയാണ്, ഇന്നോവേഷനിലേക്ക് വരികയാണ്. സ്വന്തമായ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് അവർ തയ്യാറെടുക്കുകയാണ്. കൈഫൂലി പറയുന്നുണ്ട് 4 ഏജസ് അല്ലെങ്കിൽ 4 വേവ്സ് ആണ് ഈ AI പൊതുവെ പറയുന്നത്. അതിൽ 1 ഇന്റർനെറ്റ് AI, 2 ബിസിനസ് AI, 3 പെർസെപ്ഷൻ AI, 4 ഓട്ടോണോമസ് AI.
അപ്പോൾ ഇന്റർനെറ്റ് മുതൽ ഓട്ടോണമസ് ആയി എന്ന് വെച്ചാൽ സ്വന്തമായി തന്നെ എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് AI വളരുകയാണ്. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഇത്തരം ധാരാളം സാങ്കേതിക വിദ്യകളുടെ വികസനം നമുക്ക് കാണുവാൻ സാധിക്കും. തനിയെ പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ, മനുഷ്യന്റെ സഹായമില്ലാതെ എല്ലാം ചെയ്യാൻ സാധിക്കുന്ന, മനുഷ്യനെ പോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും എല്ലാം ചെയ്യാൻ സാധിക്കുന്ന പല റോബോട്ടുകളും കൃത്രിമമായി ഡെവലപ്പ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ നമുക്ക് കാണുവാൻ സാധിക്കും. വാങ് ഷിങ് എന്ന് പറയുന്നത് ചൈനയിലെ വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ്. ഗ്ലാഡിയേറ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം ഈ ഗ്രൂപ്പോന്റെ അതേ മോഡലായിട്ടുള്ള മെയ്ത്തോ എന്ന് പറയുന്ന ബിസിനസ് ശൃംഖലയെല്ലാം ചൈനയിൽ വ്യാപിക്കുകയുണ്ടായി. പക്ഷെ പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് ഒരു ഇന്നോവേഷന്റെ, പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. AI എങ്ങനെയാണ് മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നതെന്ന് പഠനങ്ങളുടെ വെളിച്ചത്തിൽ കൈഫൂലി പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്സ്ഫോർഡ്, PwC തുടങ്ങിയതായിട്ടുള്ള സംഘടനകൾ നടത്തിയ പഠനങ്ങളെല്ലാം വെളിച്ചത്തിൽ അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് 10% ജോലികൾ നിശ്ചയമായും മുഴുവനായി ഈ ലോകത്ത് നിന്ന് ഡിസപ്പിയർ ആകും. ഏകദേശം 80% ജോലികളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 90% മേഖലകളിലും AI നമ്മെ ബാധിക്കാൻ പോകുന്ന സത്യം അദ്ദേഹം വരച്ചു കാട്ടുന്നത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. AI-യിൽ അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ AI-യിൽ ലിവറേജ് എടുക്കാൻ കഴിയാത്ത രാജ്യങ്ങൾ AI പൂർ എക്കോണമീസ് എന്ന് പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളായി മാറുമെന്നാണ് പറയുന്നത്. വൈറ്റ് കോളർ ജോലിയാണ് അത് അധികം ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ഈ മേഖലകളിൽ പുതിയതായ സ്കില്ലുകൾ ആർജിച്ചില്ല എങ്കിൽ ഒരു പൂർ എക്കോണമിയുടെ പാർട്ടാകാൻ രാജ്യങ്ങളും ജനങ്ങളും ഇടയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെ വന്നാലും 1/3 ജോലികളെ റീപ്ലേസ് ചെയ്യുവാനായിട്ട് AI ഇടയാക്കും. അതിനെ 1-to-1 റീപ്ലേസ്മെന്റ് എന്നാണ് കൈഫൂലി വിളിക്കുന്നത്. കൈഫൂലി പറയുന്നത് ചില മേഖലകളിലൊക്കെ മുഴുവനായി ആ ജോലി ഡിസപ്പിയർ ആകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ റേഡിയോളജിസ്റ്റ്, ട്രാൻസ്ലേറ്റേഴ്സ്, ചില സെക്യൂരിറ്റി സർവീസസ്, ഇതെല്ലാം മുഴുവനായി ഡിസപ്പിയർ ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ചില മേഖലകളിൽ AI-ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് എന്നും പറയുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ എൽഡർ കെയർ ആയിട്ടുള്ള മേഖലകളിൽ, മാത്രമല്ല ഇമോഷണലി കെയർ, സ്നേഹം തുടങ്ങിയ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട മേഖലകളിൽ അവിടെ ഒന്നും AI-ക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല എന്നാണ് കൈഫൂലി പറയുന്നത്. ഈ കൈഫൂലി പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസറിന്റെ പിടിയിൽപ്പെട്ട് വളരെയധികം കഷ്ടതയും ഒപ്പം തന്നെ വേദനയും അനുഭവിച്ച ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം, ഹ്യൂമൻ വാല്യൂസ്, ഹ്യൂമൻസിന് കൊടുക്കാൻ കഴിയുന്ന വാല്യൂ, ഇമോഷൻസ് അതൊരിക്കലും ഈ പറയുന്ന AI-ക്ക് തരാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖല ആവശ്യമുള്ള, കെയർ ആവശ്യമുള്ള, അതല്ലെങ്കിൽ കരുണ ആവശ്യമുള്ള, മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുള്ള മേഖലകളിൽ വളരെയധികം ജോലി സാധ്യത ഉണ്ട് എന്നും ആ മേഖല ഒത്തിരി വികസിക്കാൻ സാധ്യതയുണ്ട് എന്നും എല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. ഉദാഹരണമായി എൽഡർ കെയർ, ഒപ്പം തന്നെ മെഡിക്കൽ കെയർ തുടങ്ങിയ മേഖലകളിൽ AI-ക്ക് ഒരു പരിധിക്കപ്പുറം കടന്നു കയറുവാൻ സാധിക്കില്ല എന്ന് കൈഫൂലി ഓർപ്പിക്കുകയാണ്. ചൈനയ്ക്ക് എന്തുകൊണ്ടാണ് അമേരിക്കയേക്കാൾ കൂടുതൽ AI മേഖലയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതെന്ന് കൈഫൂലി വളരെ നന്നായി തന്നെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ചൈന എന്ന് പറയുന്നത് പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ കുറെ അധികം ഡേറ്റ അവിടെ അവൈലബിൾ ആണ്. ഉദാഹരണമായി WeChat എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, അത് ഒട്ടുമിക്ക സർവീസുകളും WeChat ലഭിക്കുകയാണ്. അപ്പോൾ WeChat-ലൂടെ ധാരാളം ഡേറ്റ, മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ചിന്തിക്കുന്നത്, പെരുമാറുന്നത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഇൻഫോർമേഷൻ ഈ പറയുന്ന ചൈനയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു ഡിബേറ്റ് കൂടിയുണ്ട്. എത്രയധികം ക്വാണ്ടിറ്റി ഡേറ്റ ആണ് ഓരോ രാജ്യങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ പ്രൈവസി വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ചൈനയില് പ്രൈവസിയൊക്കെ അപ്പുറമായി ജനങ്ങൾ കൺവീനിയൻസ് ആണ് നോക്കുന്നത്. കുറച്ച് ഡേറ്റ കൊടുത്താലും അല്ലെങ്കിൽ കുറച്ച് പ്രൈവസി പോയാലും ഞങ്ങളുടെ കാര്യം നന്നായി നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ചൈനയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഡാറ്റ ഫ്രീ ഫ്ലോ ആയി ചിന്തിക്കുന്നതും ബ്രൗസ് ചെയ്യുന്നതുമെല്ലാം കമ്പനികൾ കിട്ടുകയും അത് വെച്ച് മനുഷ്യൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഡെവലപ്പ് ചെയ്യാനും ചൈനയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ്. ചൈനയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം യൂറോപ്പിന്റെയും US-ന്റെയും അതിൽ കൂടുതലുള്ളൊരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അത്രമാത്രം ഡേറ്റ അവിടെ കടന്നു വരികയും അതിന് പ്രൈവസി എന്ന് പറയുന്ന ഒരു കൺസേൺ ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ചൈനയ്ക്ക് തീർച്ചയായും മനുഷ്യന്റെ ചിന്തകളുടെ പാറ്റേൺ ഡീപ്പ് ലേണിംഗിലൂടെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുവാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ചൈന ഒരു ഡാറ്റ ഗോൾഡ് മൈൻ എന്ന രീതിയിൽ അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. ടെൻസെന്റ് എന്ന് പറയുന്ന ഒരു ആഗോള ഭീമനാണ്, ചൈനയിലെ ആഗോള ഭീമനാണ് WeChat വികസിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ സയോമി എല്ലാം മാൻലെസ് ആയിട്ടുള്ള, മനുഷ്യന്റെ ആവശ്യമില്ലാത്ത സൂപ്പർ മാർക്കറ്റുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അല്ല ഡ്രോൺ വഴി ഡെലിവറി ചെയ്യുക, സാറ്റലൈറ്റ് വഴി ലോജിസ്റ്റിക്സുകളെല്ലാം പ്ലാൻ ചെയ്യുക, ഇങ്ങനെ വളരെ അധികം വികസനം, പ്രത്യേകിച്ച് AI, ഡീപ് ടെക് പോലെയുള്ള ധാരാളം സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയെക്കാളും അമേരിക്കയെക്കാളും ഒക്കെ വികസിപ്പിച്ചെടുക്കുന്നത് ഇന്ന് ചൈനയാണ്.
ഓട്ടോണോമസ് AI എന്ന് പറയുന്ന മേഖലയിലും വളരെയധികം മുന്നേറിയിട്ടുണ്ട്. ഈ AI ഡ്രിവൺ ആയിട്ട് മാത്രം, ഓട്ടോണോമസ് ആയിട്ടുള്ള മാത്രം കാറുകൾക്ക് പോകാനുള്ള വലിയ ഹൈവേ എല്ലാം ചൈന നിർമ്മിക്കുന്നതിനെ കുറിച്ച് അടുത്ത കാലങ്ങളിൽ നാം പേപ്പറെല്ലാം വായിച്ചിട്ടുണ്ടാവും. ചൈനയ്ക്ക് ജനസംഖ്യ കൂടുതലുണ്ടെന്ന് മാത്രമല്ല അവിടെ സ്കില്ലും ധാരാളം വർദ്ധിക്കുന്നുണ്ട്. കുഫുലി പറയുന്നത് ഡാറ്റ, ടാലന്റ്, കമ്പ്യൂട്ടേഷൻ പവർ, ഈ 3 മേഖലകളിലാണ് ശരിക്കും AI വികസിപ്പിക്കാനായിട്ടുള്ള ആവശ്യമുള്ളത്. അപ്പൊ ചൈനയ്ക്ക് ഡാറ്റയുണ്ട്, ഒപ്പം തന്നെ ടാലന്റ്. ഇപ്പോൾ അമേരിക്കയേക്കാൾ 6 ഇരട്ടി കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആണ് ചൈനയിലുള്ളത്. അപ്പോൾ ഈ ടാലന്റ് വഴി അവർക്ക് അവരുടെ AI വികസിപ്പിക്കാൻ സാധിക്കും. കമ്പ്യൂട്ടേഷൻ ടെക്നോളജിയും അവർക്ക് നന്നായി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ചൈനയിലൊക്കെ ഹൈസ്പീഡ് റെയിൽ ലൈൻ എന്ന് പറയുന്നത് ലോകത്തിൽ ആകെ ഉള്ളതിനേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ 10 വർഷം എടുത്തു നോക്കിയാൽ ടോപ്പ് ജേർണലുകളിൽ AI കുറിച്ച് ലേഖനങ്ങൾ എഴുതിയ ആളുകളുടെ വളർച്ച പരിശോധിച്ചാൽ 21% നിന്ന് 41% ചൈനയ്ക്ക് വളരുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചൈന കോപ്പി കാറ്റിംഗിൽ നിന്ന് ഇന്നോവേഷനിലേക്കും ഇന്നോവേഷനിൽ നിന്ന് ഇംപ്ലിമെന്റേഷനിലേക്കും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നോവേഷനിലൂടെ പുതിയ ടെക്നോളജി വികസിപ്പിച്ച് ഡാറ്റ, കമ്പ്യൂട്ടേഷൻ പവർ, ടാലന്റ് ഇവയിൽ ലിവറേജ് ചെയ്തുകൊണ്ട് മറ്റ് ഏത് രാജ്യങ്ങളെക്കാളും ചൈനയ്ക്ക് മുന്നേറുവാൻ സാധിക്കുമെന്നാണ് കൈഫൂലി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചോദ്യം കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് നമുക്ക് ഇമോഷൻ ഇന്റലിജൻസ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക? ഇമോഷൻസ് അധികം വേണ്ട മേഖലകളിൽ നമുക്ക് അതിൻ്റെതായ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മാറി ചിന്തിക്കുവാൻ സാധിക്കുക? ഒന്നാമത്തെ കാര്യം, AI എന്ന് പറയുന്നത് അത് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണമെന്നും ലേൺ ചെയ്യണമെന്നും നിർബന്ധമായി നാം മനസ്സിലാക്കേണ്ടതും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചില മേഖലകളിൽ AIക്ക് പെട്ടെന്ന് കൈവയ്ക്കാൻ സാധിക്കണമെന്നില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇമോഷൻസ് വേണ്ടതായിട്ടുള്ള കെയർ, അതുപോലെ തന്നെ ഇമോഷൻസ് ഒക്കെ വേണ്ട മേഖലകളിൽ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന പൊസിഷനുകൾ, ലീഡർഷിപ്പ് പൊസിഷനുകളാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇമോഷണൽ സ്കില്ല് ഉപയോഗിച്ച് ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക, ആളുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുക, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുക. അങ്ങനെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനും ഇമോഷൻസ് ഇന്റലിജൻസിലൂടെ, ഇപ്പൊ ഡാനിയൽ ഗോമാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അടുത്ത സെഞ്ചുറിയിൽ അല്ലെങ്കിൽ അടുത്ത കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ മനുഷ്യർക്ക് വേണ്ട സ്കില്ലാണ് ഇമോഷൻ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അത്തരം സ്കില്ലുകൾ ആർജിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ സാധിക്കും. ചൈനയോ അമേരിക്കയോ ആര് ജയിക്കും എന്നുള്ളതിനേക്കാൾ അപ്പുറമായി നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു പുവർ എക്കോണമീസിന്റെ പാർട്ടായി നാം തീരാതിരിക്കാൻ തീർച്ചയായും ഈ മേഖലയിൽ നാം കൂടുതൽ പഠിക്കുകയും കൂടുതൽ സ്കില്ലുണ്ടാക്കുകയും ഒപ്പം തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് നേടുകയും ചെയ്യുന്നതിലൂടെ വലിയൊരു മാറ്റം കൊണ്ടുവരാം. തീർച്ചയായും പുസ്തകം വായിക്കുക. ഇദ്ദേഹത്തിന് തന്നെ AI 2040 എന്ന പുസ്തകത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പരാമർശിക്കുന്നതാണ്. വായിക്കുക. ഓൾ ദി ബെസ്റ്റ്.